അങ്ങനെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ആരായിരിക്കും ഇനി വരാൻ പോകുന്ന 5 വർഷം കേരളം ഭരിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും ആ വിധിയെ തടയാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 5 വർഷത്തിന് ശേഷം അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്നതല്ല, 10 വർഷത്തിന് ശേഷം ആ മഹാദുരന്തം തുടരണമോ വേണ്ടയോ എന്നതാണ്. ഇത് വളരെ സുപ്രധാനമായ തീരുമാനമാണ്. ഒരിക്കൽ കൂടി പിണറായിയുടെ ഭരണം തുടരാനാണ് കേരള ജനത അനുമതി കൊടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തം ഈ നാടിന് സംഭവിക്കാനില്ല. പക്ഷെ പിണറായി ഓടുപൊളിച്ച് കയറി വരുന്നയാളല്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളായതുകൊണ്ട് തന്നെ ഇതുവരെ കാണിച്ച എല്ലാ വൃത്തികേടുകളും അതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ അദ്ദേഹത്തിന് തുടരാൻ ലൈസൻസ് കിട്ടും. ഫ്രീ സ്പീച്ച് അടിച്ചമർത്തപ്പെടും. അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥർ പുറത്തു നിൽക്കും. തെരുവിൽ കഞ്ചാവ് കച്ചവടക്കാരും ഗുണ്ടകളും നിറഞ്ഞാടും. മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നാടുവിടും. അതെന്തുമാവട്ടെ, അർഹിക്കുന്ന വിധി ചോദിച്ചു വാങ്ങി എന്ന് വിശ്വസിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് UDFന്റെ ഭരണം തന്നെയാണ്. പക്ഷെ അതൊരു നിഗമനമാണ്. നമുക്ക് ട്രെൻഡ് എന്ന് പറയുന്നത് കൃത്യമായി അടയാളപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നതല്ല. 2011 ഉമ്മൻചാണ്ടി നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടും നേരിയ ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ മാത്രം കൂടുതലോടെയാണ് അധികാരത്തിൽ വന്നത് എന്നത് തന്നെ 2009 മണ്ഡല പുനർവിഭജനത്തിന്റെ പ്രസക്തി ഓർമ്മിപ്പിക്കുന്നു. അതിനോടൊപ്പം ഇപ്പോൾ CPM മുടക്കിയിരിക്കുന്ന കോടികളും CPMനൊപ്പം നിൽക്കുന്ന സകല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ ആപത്തൊഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിലും എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്ന് വിലയിരുത്തുന്നത് ഉചിതമായിരിക്കും. ഇപ്പോഴെല്ലാവരും പറയുന്നു വോട്ടിംഗ് ശതമാനം കൂടുതലാണ്. വോട്ടിംഗ് ശതമാനം കൂടുതലായതുകൊണ്ട് UDF അധികാരത്തിൽ വരും. ഒരിക്കലും ജനങ്ങൾ ഒരു തുടർ ഭരണത്തിന് വേണ്ടി ആവേശത്തോടെ വോട്ട് ചെയ്യില്ല. സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ആവേശത്തോടെ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം അത് ഇടതുമുന്നണിയുടെ തോൽവിയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. വാസ്തവത്തിൽ ഉയർന്ന വോട്ടിംഗ് ശതമാനം എന്നത് തന്നെ തെറ്റാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് 77.69% വോട്ടിംഗ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് 76%. അതുകൊണ്ട് ഏതാണ്ട് 2% വർധനവുള്ളത് കൊണ്ട് ഉയർന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ശരിയല്ല. അതിന് കാരണം സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം സംഭവിച്ചതുകൊണ്ട്, അതായത് SIR സംഭവിച്ചതുകൊണ്ട് അനേകം പേർ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തേക്ക് പോയി. ശരാശരി 3% പേർ പോയി എന്നാണ് കണക്കാക്കുന്നത്. ഏതാണ്ട് 7 ലക്ഷത്തിലധികം വോട്ടർമാർ പുറത്തേക്ക് പോയി. പുതിയ വോട്ടർമാർ ചേർന്നതുകൊണ്ടാണ് അത് 4.5 ലക്ഷമായി മാറിയിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന 7 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3% വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ 76% എന്നത് ഇത്തവണത്തെ 79%. 79% മുകളിലേക്ക് വോട്ട് നടന്നാൽ മാത്രമേ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുണ്ടായിരുന്നു എന്ന് കണക്കാക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ കണക്കുകൂട്ടലിൽ 80% എത്തിയേക്കാം. കാരണം 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ വോട്ടുണ്ടായിരുന്നു, പോസ്റ്റൽ വോട്ട് അടക്കമുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 80% എത്തിയേക്കാം. എങ്കിൽ പോലും നേരിയ വർധനവ് മാത്രമേ ഉള്ളൂ. ഈ വ്യത്യാസം ഗൗരവമേറിയതാണ്. ഞാനതിനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. അത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. കേരളത്തിൽ എല്ലായിടത്തും കൂടി ഏതാണ്ട് 7.5 ലക്ഷം വോട്ടാണ് കുറഞ്ഞതെങ്കിൽ വട്ടിയൂർക്കാവിൽ മാത്രം 42,460 വോട്ട് കുറഞ്ഞു. അത് വട്ടിയൂർക്കാവിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. അതേക്കുറിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എനിക്ക് അയച്ചു തന്ന ഒരു കുറിപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് അവിടെ K. മുരളീധരൻ ജയിക്കുമെന്നാണ്. K. മുരളീധരൻ ജയിക്കാനുള്ള കാരണം അദ്ദേഹം ഇങ്ങനെ പറയുന്നു. വട്ടിയൂർക്കാവിൽ 2021 തെരഞ്ഞെടുപ്പിലാകെ 2,07,732 വോട്ടർമാരുണ്ടായിരുന്നത്. അതിൽ 1,36,782 പേർ വോട്ട് ചെയ്തു. പോളിംഗ് ശതമാനം 66.13%. എന്നാൽ SIRന് ശേഷം 2026 വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ആകെയുള്ളത് 1,65,272 വോട്ടുകൾ മാത്രമാണ്. അതായത് 42,460 വോട്ടുകൾ കുറവ്. ഈ സാഹചര്യത്തിൽ ചുവടെ പറയുന്ന ശ്രദ്ധാർഹമായ കാര്യങ്ങളാണ്. 2021 അത്ര തന്നെ വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്താൽ പോലും പോളിംഗ് ശതമാനം 82.76 ആയി കുത്തനെ ഉയർന്നു കാണിക്കും. എന്നാൽ ഇത് ഈ കണക്കിലെ കളി മാത്രമാണ് എന്നതാണ് സത്യം. അതിനാൽ ഇപ്പോഴത്തെ വോട്ടിംഗ് ശതമാന നിലവാരത്തിൽ ഗൗരവമായി വിലയിരുത്തും. അതായത് കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്ന 66.13%, അത്രയും മാത്രം ആളുകൾ വോട്ട് ചെയ്താൽ പോലും ഇക്കുറി അത് 82.76% ആവണം. വട്ടിയൂർക്കാവിൽ 2026 ഇലക്ഷനിൽ 42,460 വോട്ടുകൾ കുറവ് വന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി സ്വാധീനിക്കും. ഈ കുറവ് വന്ന വോട്ടുകൾ പ്രധാനമായും BJP, CPM നേരത്തെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് വട്ടിയൂർക്കാവിൽ വ്യാജ അഡ്രസ്സുകൾ ചേർത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആയതിനാൽ ഇത് BJP, CPM വോട്ടിംഗ് നിലയിൽ കാര്യമായി ബാധിക്കും.
2021 ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 21,515 രണ്ടാമത് വന്ന BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് 39,516 മാത്രമായിരുന്നു. മുൻപറഞ്ഞ സാഹചര്യത്തിൽ 2026 ഇലക്ഷൻ വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെ വിജയം സുനിശ്ചിതമാണ്. ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിലയിരുത്തലാണ്. ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ നമ്മളിൽ പലരും കാണാതെ പോകുന്നു. ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം എന്ത് സംഭവിക്കുന്നു ഓരോ മണ്ഡലത്തിൽ നിന്നും മനസ്സിലാക്കാൻ. ഈ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ കുന്നത്തുനാടാണ് ഏറ്റവും കൂടുതൽ വോട്ട് നടന്നത്. കുന്നത്തുനാട് കൂടുതൽ വോട്ട് നടക്കാൻ കാരണം അവിടെ ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരമാണ്. 2020 BJP സഖ്യം പരമാവധി വോട്ട് നേടാൻ ശ്രമിക്കുന്നു. PV ശ്രീനിജൻ എന്ന CPM നേതാവ് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു. VP ശ്രീനിജൻ ഇവരെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമുള്ളത് കൊണ്ടാണ് കുന്നത്തുനാട് നല്ല നിലയിൽ വോട്ട് നടന്നത്. ഏറ്റവും കുറച്ച് വോട്ട് നടന്നത് കടുത്തുരുത്തിയിലാണ്, 66.81. അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു മടുപ്പ് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ദീർഘകാലമായി മോൻസ് ജോസഫാണ് അവിടുത്തെ MLA. മോൻസിനൊരു മടുപ്പുണ്ട്. എന്നാൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾ വോട്ട് കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ആ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ 140 മണ്ഡലങ്ങളുടെയും വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഈ കുന്നത്നാട് പോലുള്ള മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മലബാറിലാണ് ഉയർന്ന പോളിംഗ് നടന്നിരിക്കുന്നത്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കുറച്ച് വോട്ട് നടന്നിരിക്കുന്നത് കടുത്തുരുത്തി കഴിഞ്ഞാൽ റാന്നി, തിരുവല്ല, ചെങ്ങന്നൂർ, കുട്ടനാട്, പുനലൂര്, ആറന്മുള തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് വോട്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ മടുപ്പ് വ്യക്തമാണ്. പക്ഷെ അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. വോട്ട് കൂടിയാൽ UDFന് കിട്ടും, വോട്ട് കുറഞ്ഞാൽ LDFന് കിട്ടും എന്നൊക്കെ തെറ്റായ കണക്കാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് 1960-ലാണ്. 57-ലെ ആദ്യത്തെ EMS നമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ടതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ EMS നേതൃത്വം കൊടുത്ത 60-ലെ തെരഞ്ഞെടുപ്പിൽ 85.72% വോട്ടിംഗ്. അന്ന് 80 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടി 63 സീറ്റിൽ നേടി. വലിയ നേട്ടമായിരുന്നു കോൺഗ്രസ് പാർട്ടി നേടിയത്. അതേസമയം 87-ൽ EK നായനാരുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 80%-ലധികം വോട്ട് നേടാൻ കഴിഞ്ഞു. രണ്ടാമത് കൂടുതൽ വോട്ട് നേടിയത് അന്നാണ്. അന്ന് വിജയിച്ചത് LDF ആണ്. EK നായനാരാണ് 78 സീറ്റ് നേടി. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് കൂടുന്നതും കുറയുന്നതും ആരെ സഹായിക്കുമെന്നത് വ്യക്തമായ കണക്കല്ല. ഇതൊക്കെയാണ് നമ്മൾ ഈ ഇന്നലത്തെ വോട്ടിംഗ് പാറ്റേണെ വിലയിരുത്തി മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് എന്താണ് യഥാർത്ഥ നിഗമനമെന്ന് കാണാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയ പിണറായി വിരുദ്ധ വികാരം ഈ നാട്ടിലുണ്ട്. ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരം ശക്തമായി ഉണ്ട്. അതുകൊണ്ടാണ് ഒടുവിലായപ്പോഴേക്കും പിണറായിയുടെ പോസ്റ്ററുകളൊക്കെ നീക്കപ്പെട്ടത്. പിണറായി കാണിച്ചാൽ വോട്ട് നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ട്. സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞ് അയാളുടെ പടം കാണിക്കരുത്. പിണറായിയോടുള്ള എതിർപ്പ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ തന്നെ കേരള കോൺഗ്രസ്സുകാർക്ക് പോലും അവർ ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് പിണറായിയോട് കലിപ്പുണ്ട്. ഈ ഒരു കലിപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്നത് വാസ്തവമാണ്. എന്നാൽ അതിനെ മറികടക്കാനുള്ള ജനപ്രീതി പല ഇടത് MLA-മാർക്കുമുണ്ട് എന്നത് നിർണായകമാണ്. ഇതിനേക്കാളൊക്കെ നിർണായകമായി വരുന്നത് മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണമാണ്. മുസ്ലിം വോട്ടുകൾ ശക്തമായി CPM-നെതിരായി, LDF-നെതിരായി, UDF-ന് അനുകൂലമായി ധ്രുവീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി നഷ്ടപ്പെട്ടിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ BJP-ക്ക് അനുകൂലമാക്കാൻ ശ്രമം നടന്നെങ്കിലും അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയത് BJP-യാണ്, NDA ആണ്. പക്ഷെ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ FCRA വിവാദം വഴി സാധിക്കാതെ പോയി. അതുകൊണ്ട് BJP ക്രിസ്ത്യൻ വോട്ടുകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കുകയില്ല. അതും UDF-ന് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ 80 സീറ്റിന് മുകളിലേക്ക് UDF നേടാനാണ് സാധ്യത. ഇത് വലിയൊരു തരംഗമാണെങ്കിൽ സതീശൻ പറഞ്ഞ 100 സീറ്റും കിട്ടിയെന്ന് വരാം. ഇവിടെ UDF-ന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒന്ന് നാദാപുരംകാരനായി CP റാഷിദിന്റെ പ്രവചനമാണ്. ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചും റാഷിദ് പറഞ്ഞാൽ അത് അതേപടിയാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് തെറ്റുപറ്റിയത്. റാഷിദ് സകല ഡാറ്റകളും പരിശോധിച്ച് വിലയിരുത്തി പറയുന്നത് ശരിയാവാറുണ്ട്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കൃത്യമായി പറയും. വളരെ അപൂർവമായി മാത്രമേ തെറ്റാറുള്ളൂ. സീറ്റ് സഹിതമാണ് സാധാരണ പറയുന്നത്. റാഷിദ് പറയുന്നു 91 മുതൽ 101 വരെ സീറ്റ് കിട്ടുമെന്ന്. അത് ഇപ്പോഴത്തെ ട്രെൻഡിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിലയിരുത്തലായി വേണമെങ്കിൽ വിശദീകരിക്കാം. റാഷിദ് ഇങ്ങനെ പറഞ്ഞു, UDF 91, 102, 41.5 മുതൽ 45 വരെ %. LDF 38, 48, 36 മുതൽ 39 വരെ %. NDA 1, 3, 14 മുതൽ 17 വരെ %. 2001 ശേഷം ഇടതുപക്ഷത്തേക്കടുത്ത ന്യൂനപക്ഷ വോട്ടിന്റെ പരിപൂർണമായ റിവേഴ്സ് സ്വീപ്പ്. സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. അത് ഇടത് അടിസ്ഥാന അനുഭവ വോട്ടർമാരെ ഒരേപോലെ നിരാശപ്പെടുത്തി. രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ ആകെ നിരാശപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സമാനതകളില്ലാത്ത കുറവ് സംഭവിച്ചു. ഈ കാരണങ്ങളാൽ UDF-നായിരിക്കും വിജയമെന്നാണ്
അത് 91-നും 101-നും ഇടയിൽ എന്നാണ് റാഷിദിന്റെ പ്രഖ്യാപനം. റാഷിദിന്റെ തന്നെ റാഷിദ് ചൂടേറിയ വടകര മത്സരത്തിൽ പ്രവചിച്ചിരുന്നത് UDF 42 മുതൽ 53 വരെ, LDF 40 മുതൽ 44 വരെ, BJP 6 മുതൽ 95. ഷാഫി പറമ്പിൽ 88,500 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നായിരുന്നു പറഞ്ഞത്. അന്ന് സംഭവിച്ചു നോക്കുക, 1,14,506 വോട്ടാണ് നേടിയത്. അതായത് 1,14,000 പറഞ്ഞു, 1,14,506 വോട്ട് കിട്ടി. ശതമാനം 49.65. കൃത്യമായിരുന്നു വടകരയിലേത്. തെലങ്കാന രാജസ്ഥാൻ അസംബ്ലി ഇലക്ഷൻ 2020 മുതൽ പറഞ്ഞത് നോക്കുക. റാഷിദ് പറഞ്ഞത് കോൺഗ്രസ് 63-72, BRS 39-48, AIMM 6-8, BJP 3-7. രാജസ്ഥാൻ BJP 119-131, കോൺഗ്രസ് 59-70, മറ്റുള്ളവർ 11. ഫലം രാജസ്ഥാനിൽ BJP 115, INC 70. നോക്കുക, BJPക്ക് 119-131 പറഞ്ഞു, 115 കിട്ടി. കോൺഗ്രസിന് 59-70 പറഞ്ഞു, 70 കിട്ടി. ഈ മറ്റുള്ളവരിലാണ് ചെറിയ മാറ്റം വന്നത്. തെലങ്കാനയിൽ കോൺഗ്രസിന് 63 പറഞ്ഞു, കോൺഗ്രസിന് 64 കിട്ടി. BRSന് 39-48 പറഞ്ഞു, 39 കിട്ടി. നോക്കൂ, ഇത്ര കൃത്യതയോടെയാണ് റാഷിദ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല. അടുത്ത നോക്കൂ, ഡൽഹി അസംബ്ലി 2020 റാഷിദ് പറഞ്ഞത് ആം ആദ്മി പാർട്ടിക്ക് 62-65, BJPക്ക് 5-8 എന്നാണ്. അന്ന് സംഭവിച്ചത് ആം ആദ്മി പാർട്ടിക്ക് 67, BJPക്ക് 3 കിട്ടിയത്. അതുപോലെ തന്നെ റാഷിദിന്റെ മറ്റൊരു സർവേ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് UDFന് 31,500-നും 39,000-നും ഇടയിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടിയത് 37,719. അതുകൊണ്ട് തന്നെ റാഷിദിന്റെ വാക്കുകൾക്ക് വിശ്വാസ്യത കൂടുതലുണ്ട്. റാഷിദ് പറയുന്നു 91-നും 101-നും ഇടയിൽ കിട്ടുമെന്ന്. ഇത് സംഭവിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്.